നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ന്യൂ SCERT സീരീസ് ആയിരുന്നു. അപ്പം 6ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രത്തിലെ 9ാമത്തെ ചാപ്റ്റർ ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ചാപ്റ്ററിൻ്റെ പേരെന്താണ്? മാറ്റാം ജീവിതശൈലി നല്ല നാളേക്കായി. ഇതിൽ ആദ്യം തന്നെ ഒരു കോൺവെർസേഷനാണ് കൊടുത്തേക്കുന്നത്. ഞങ്ങളുടെ കുട്ടിക്കാലത്തൊക്കെ സ്കൂളിൽ പോയിരുന്നത് 4-5 കിലോമീറ്റർ നടന്നിട്ടാണ്. അപ്പൂപ്പൻ പഠിച്ച സ്കൂളിൽ തന്നെയാണല്ലോ ഞാനും പഠിക്കുന്നത്. ഞങ്ങൾക്കിപ്പോൾ ഒട്ടും നടക്കേണ്ട, ഇവിടെ ഗേറ്റിനടുത്ത് നിന്നാൽ മതി, സ്കൂൾ ബസ് വരും. കുട്ടി അപ്പൂപ്പനും തമ്മിലുള്ള സംഭാഷണം ശ്രദ്ധിച്ചില്ലേ? നിങ്ങൾ എങ്ങനെയാണ് സ്കൂളിൽ പോകുന്നത്? നടന്നാണോ വാഹനത്തിലാണോ? നിങ്ങളുടെ അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ അവരുടെ കുട്ടിക്കാലത്ത് സ്കൂളിൽ പോയിരുന്നത് എങ്ങനെയായിരിക്കും? അന്വേഷിച്ചറിയും. യാത്രാ സൗകര്യങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല, ഇന്ന് പല മേഖലകളിലും മുൻകാലത്തെ അപേക്ഷിച്ച് വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഈ മാറ്റങ്ങൾ നമ്മുടെ ജീവിതശൈലിയെ മെച്ചപ്പെടുത്തിയിട്ടുണ്ടല്ലോ? ഉണ്ട്. ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ പുരോഗതിക്കനുസരിച്ചാണ് എല്ലാ മേഖലകളിലും മാറ്റങ്ങൾ ഉണ്ടാകുന്നതെന്നറിയാമല്ലോ. ഇവയിൽ ചിലത് താഴെ കൊടുത്തേക്കുന്നതാണ്. ടെലിഫോൺ എന്തായിട്ട് മാറി? സ്മാർട്ട് ഫോൺ. പിന്നെ അരകല്ല്, മിക്സി. ആധുനിക കാലത്ത് ഇപ്പോൾ ഡെസ്ക്ടോപ്പ്, ലാപ്ടോപ്പായി. പിന്നെ ഇതിപ്പോൾ എന്തായി? ടാബ്ലറ്റായി. ശാസ്ത്ര സാങ്കേതിക പുരോഗതിയുടെ ഫലമായി ഉണ്ടാകുന്ന മെച്ചപ്പെട്ട ജീവിത സൗകര്യങ്ങൾ നമ്മുടെ ശീലങ്ങളിൽ മാറ്റം വരുത്തുന്നുണ്ട്. ചർച്ച ചെയ്യൂ. നമ്മുടെ ജീവിത രീതികൾ വരുത്തുന്ന ഇത്തരം മാറ്റങ്ങൾ മൂലം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് അല്ലേ? ഇക്കാര്യങ്ങൾ നമുക്ക് അന്വേഷിച്ച് കണ്ടെത്താം. അപ്പോൾ ആരോഗ്യശീലങ്ങൾ. ആഹാരം അന്ന് ഇന്ന്. പോഷകഘടകങ്ങളെക്കുറിച്ചും സമീകൃത ആഹാരങ്ങളെക്കുറിച്ചും ആഹാരത്തിലൂടെ ആരോഗ്യം എന്ന പാഠത്തിൽ പഠിച്ചിട്ടുണ്ടാകുമല്ലോ. ജീവിത സൗകര്യങ്ങൾ മെച്ചപ്പെടുമ്പോൾ നമ്മുടെ ശീലങ്ങളിലും മാറ്റങ്ങൾ ഉണ്ടായില്ലേ? ആഹാരശീലങ്ങളിലുണ്ടായ ഇത്തരം മാറ്റങ്ങളാണ് ചിത്രത്തിൽ നൽകിയിരിക്കുന്നത്. നോക്കിക്കേ, ഇത്തരം മാറ്റങ്ങൾ ആകുന്നുണ്ടോ? വൈവിധ്യമാർന്ന ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടുത്തി എല്ലാ പോഷകങ്ങളും ലഭിക്കത്തക്ക വിധം ഭക്ഷണം ക്രമീകരിക്കപ്പെടേണ്ടതില്ലേ? നിങ്ങളുടെ വീട്ടിലെ പ്രായമായവരോട് അവരുടെ കുട്ടിക്കാലത്ത് എന്തെല്ലാമായിരുന്നു ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിരുന്നതെന്ന് അന്വേഷിക്കൂ. അത്തരം ആഹാരമാണോ ഇന്ന് നിങ്ങൾ കഴിക്കുന്നത്? അല്ല, ഇപ്പോൾ എല്ലാവരും കൂടുതലും ഫാസ്റ്റ് ഫുഡൊക്കെയാണ് കഴിക്കുന്നത് അല്ലേ? മോൾക്ക് ഉച്ചയ്ക്ക് ചോറിനൊപ്പം കഴിക്കാൻ എടുത്തു വെച്ച തോരനും മറ്റ് കറികളുമെല്ലാം ഇതിൽ തന്നെ ഉണ്ടല്ലോ. എന്താ ഒന്നും കഴിക്കാതിരുന്നത്? എനിക്ക് ഉച്ചഭക്ഷണമായി ബ്രെഡും ജാമും മാത്രം മതിയെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞതല്ലേ? സംഭാഷണം ശ്രദ്ധിച്ചില്ലേ? കുട്ടി പറഞ്ഞതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? നമ്മുടെ നാട്ടിൽ ലഭിക്കുന്ന മുട്ടയും പാലും പഴങ്ങളും പച്ചക്കറികളും ഇലക്കറികളും ഒക്കെ അച്ഛനും അമ്മയും മറ്റും നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി തരുന്നത് എന്തിനാണ്? ആഹാരത്തിലൂടെ ആരോഗ്യം എന്ന ആ ചാപ്റ്ററിൽ ഇതിനെക്കുറിച്ചിട്ടൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. പണ്ട് നമ്മുടെ ആഹാര വിഭവങ്ങളും ആഹാരശീലങ്ങളും എങ്ങനെയായിരുന്നു? ഇപ്പോഴത്തെ പോലെ ആയിരുന്നോ? അല്ല. അപ്പം മുത്തശ്ശിയുടെ ആഹാരശീലം പറയുന്നത്, പണ്ടൊക്കെ എന്തായിരുന്നു രസം? അച്ഛനും അമ്മയും അമ്മൂമ്മയും ഏട്ടത്തിയും ഒക്കെ കൂടി ആകെ മേളമായിരുന്നു അടുക്കള. രാവിലെ കപ്പപ്പുഴുക്കോ ചക്കപ്പുഴുക്കോ ആയിരുന്നു പ്രധാന ഭക്ഷണം. അവയില്ലാതിരുന്ന കാലത്ത് പഴങ്കഞ്ഞിയായിരുന്നു ഞങ്ങൾക്ക് ഏറെ ഇഷ്ടം. കാന്താരിമുളകും ചേമ്പുകറിയും കൂട്ടി പഴങ്കഞ്ഞി കുടിക്കാൻ എന്തായിരുന്നു രുചി! ഉച്ചയൂണാണ് കേമം. പുഞ്ചകൃഷിയുടെ അരിയിൽ നിന്നുള്ള കുത്തരിച്ചോറിനൊപ്പം തൊടിയിൽ നിന്ന് പറിച്ചെടുത്ത പയറ്, ചീര, വാഴപ്പിണ്ടി, കൂമ്പ്, കായ്, പിന്നെ ഇടിച്ചക്ക, ഇതൊക്കെയായിരുന്നു കൂട്ടാൻ. പോരാത്തതിന് വടക്ക് വശത്തെ കിളിച്ചുണ്ടൻ മാവിൽ നിന്നും പറിച്ചെടുത്ത മാങ്ങ ഇട്ടുവെച്ച നല്ല മീൻകറിയും. വൈകുന്നേരമോ തൊടിയിലെ വാഴയില ചീന്തിൽ പരത്തി ആവിയിൽ പുഴുങ്ങിയ അടയോ കൊഴുക്കട്ടയോ. ഒഴിവുകാലം വരുമ്പോൾ പഴങ്ങളുടെ ഉത്സവമായിരുന്നു. മാമ്പഴം, ചക്കപ്പഴം, വാഴപ്പഴം, പപ്പായ, പേരയ്ക്ക, പറങ്കി മാങ്ങ ഇവയൊക്കെ ആയിരുന്നു ഇടനേരങ്ങളിലെ ഭക്ഷണം. അവയ്ക്കൊക്കെ എന്തായിരുന്നു സ്വാദ്! ഇപ്പോഴാണെങ്കിൽ ഇതൊന്നും കാണാൻ കൂടി കിട്ടുന്നില്ല. കടയിൽ നിന്ന് വാങ്ങുന്ന പലഹാരമല്ലേ ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടം. മുത്തശ്ശി പറഞ്ഞത് ശ്രദ്ധിച്ചില്ലേ? അക്കാലത്തെ കൂട്ടുകുടുംബത്തെ പറ്റിയും അവരുടെ ഭക്ഷണശീലങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞത്. മുത്തശ്ശിയുടെ ചെറുപ്പകാലത്തെ ആഹാരമാണോ നിങ്ങൾ ഇന്ന് ഉപയോഗിക്കുന്നത്? എന്തെല്ലാം മാറ്റങ്ങളാണ് നിങ്ങളുടെ ഓരോ നേരത്തെയും ആഹാരത്തിൽ വന്നിട്ടുള്ളത് എന്നാണ് കുട്ടികളോടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ജീവിത സാഹചര്യം മെച്ചപ്പെട്ടപ്പോൾ ആഹാരശീലങ്ങളിൽ മാറ്റമുണ്ടായി. ഇത്തരം മാറ്റങ്ങൾ ആരോഗ്യകരമായ ജീവിതത്തിന് പര്യാപ്തമല്ല. വൈവിധ്യമാർന്ന ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടുത്തി എല്ലാ പോഷകഘടകങ്ങളും ലഭിക്കത്തക്ക വിധം ഭക്ഷണം ക്രമീകരിക്കേണ്ടതുണ്ട്.
അപ്പോൾ വയോജനങ്ങൾക്കൊപ്പം അപ്പൂപ്പനോടും അമ്മൂമ്മയോടും കഥ പറഞ്ഞിരിക്കാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ? അവരുടെ ആഹാരം, ആഹാരശീലങ്ങൾ, വീട്ടുപകരണങ്ങൾ, വസ്ത്രധാരണം, കൃഷി, തൊഴിൽ, സ്കൂൾ ജീവിതം എന്നിങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ ജീവിക്കുന്ന കാലഘട്ടവുമായി ബന്ധപ്പെടുത്തി അവർക്ക് പറയാനുണ്ടാവും. വയോജനങ്ങൾ നമ്മുടെ സമ്പത്താണ്. അതുകൊണ്ട് അവരെ ചേർത്തു പിടിക്കണം. അവരുമായി സ്നേഹം പങ്കിടാനും അവരുടെ ആരോഗ്യം സംരക്ഷിക്കാനും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനും നമ്മൾ ശ്രദ്ധിക്കണം. മുതിർന്നവരുടെ അറിവും കഴിവും അനുഭവങ്ങളും നമ്മൾ പരമാവധി പ്രയോജനപ്പെടുത്തണം. എല്ലാ വർഷവും ഒക്ടോബർ 1 വയോജന ദിനമായി ലോകമെമ്പാടും ആചരിക്കുന്നു. വയോജന ദിന കർമ്മ പരിപാടികളെക്കുറിച്ച് കൂടുതൽ വായിച്ചറിയാൻ എന്നാണ് വയോജന ദിനം ഒക്ടോബർ 1. ഈ ആഹാരത്തിന് ദോഷം വരുത്തുന്ന ആഹാരശീലങ്ങൾ. പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ, ഇലക്കറികൾ, പരിപ്പ് വർഗ്ഗങ്ങൾ എന്നിവയുടെ കുറഞ്ഞ ഉപയോഗം, വറുത്തെടുത്ത ആഹാരവസ്തുക്കളുടെ കൂടുതൽ ഉപയോഗം, പഞ്ചസാര, ഉപ്പ്, എണ്ണ, നെയ്യ്, കൊഴുപ്പ് എന്നിവയുടെ അമിതമായ ഉപയോഗം, പിന്നെ ബേക്കറി സാധനങ്ങളുടെ അമിതമായ ഉപയോഗം, ഉപയോഗിച്ച എണ്ണ വീണ്ടും ഉപയോഗിക്കൽ, സമയത്തിന് ആഹാരം കഴിക്കാതിരിക്കൽ, ഇതൊക്കെ ആരോഗ്യത്തിന് ദോഷം വരുത്തുന്ന ആഹാരശീലങ്ങളാണ്. നമുക്ക് ചുറ്റും തന്നെ ഉണ്ട് നമ്മുടെ ആരോഗ്യത്തിന് ദോഷം വരുത്തുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ. ഇത്തരം ഭക്ഷണക്രമങ്ങൾ ശീലമാക്കിയാൽ അവ ആരോഗ്യത്തിനെ ബാധിക്കും. അതെങ്ങനെയൊക്കെ ആയിരിക്കും? ആഹാര രീതിയിൽ വന്ന ദോഷകരമായ മാറ്റങ്ങൾ നോക്കൂ. ഇവിടെ TV കണ്ടതു മതി, ഇനി കുറച്ചു നേരം പുറത്തു പോയി കളിക്കുമോനെ. അമ്മ കുട്ടിയോട് പറയുന്നത് ശ്രദ്ധിച്ചില്ലേ? നിങ്ങളും TV കണ്ടുകൊണ്ടാണോ ഭക്ഷണം കഴിക്കുന്നത്? എന്താണ് അതുകൊണ്ടുള്ള പ്രശ്നം? അശ്രദ്ധയോടെ കഴിക്കുന്നു, പിന്നെ കൂടുതൽ അളവിൽ കൂടുതൽ കഴിക്കും. ടി വി കണ്ടുകൊണ്ടിരിക്കുന്ന അതിൻ്റെ ആസ്വാദനത്തിൽ മുഴുകി കൂടുതൽ അളവിൽ നമ്മൾ ഭക്ഷണം കഴിക്കും. പിന്നെ നമുക്ക് ഒരു എക്സസൈസും നടക്കുന്നില്ല, അപ്പോൾ അവിടെ തന്നെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. ഇവിടെ കുറേ ജങ്ക് ഫുഡിൻ്റെയൊക്കെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. അടുത്ത BMI കണ്ടെത്താനുള്ളതാണ്. തൂക്കം. അതെങ്ങനെയാണ്? തൂക്കം ഡിവൈഡഡ് ബൈ ഉയരം ഇൻറ്റു ഉയരം. അതാണ് അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. വളർച്ച പരിശോധിക്കുന്ന ഒരു മാർഗമാണ് ഉയരതൂക്ക പരിശോധന അഥവാ ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഒരാൾക്ക് ഉയരത്തിനനുസരിച്ച് തൂക്കമുണ്ടോ എന്ന് ഈ പരിശോധനയിലൂടെ കണ്ടെത്താൻ കഴിയുന്നു. ഇതിനായി ഉയരവും ഭാരവും കണ്ടെത്തണം. അതിനുശേഷം ഭാരത്തെ ഉയരം കൊണ്ട്, അതായത് ഉയരം ഇൻറ്റു ഉയരം, അതുകൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ബോഡി മാസ് ഇൻഡെക്സ്. അതിൽ പറയുന്ന BMI എന്ന് വെച്ചാൽ 18.5 കുറവ് വരുന്നത് ഭാരക്കുറവാണ്. 18.5 മുതൽ 24.9 വരെയാണെങ്കിൽ ശരിയായ ഭാരമാണ്. പിന്നെ 25 തൊട്ട് 29.9 ആണെങ്കിൽ അമിതവണ്ണമാണ്. 30 to 34.9 ആണെങ്കിൽ പൊണ്ണത്തടി ഒന്നാം ഘട്ടമാണ്. 35 - 39.9 ആണെങ്കിൽ പൊണ്ണത്തടി രണ്ടാം ഘട്ടം. 40 മുകളിലാണെങ്കിൽ പൊണ്ണത്തടി മൂന്നാം ഘട്ടം. ഇതൊക്കെയാണ് ശരീര അവസ്ഥയെന്ന് പറയുന്നത്. പിന്നെ നല്ല ആഹാരശീലങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് പറയുന്നത്. ഇനി അടുത്ത ഉറക്കത്തിൻ്റെ പ്രാധാന്യമാണ് പറയുന്നത്. രാത്രി കുറേ സമയം മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നു, ഏറെ വൈകി ഉറങ്ങുന്നു, രാത്രി അധികം വൈകാതെ കിടക്കുന്നു, സുഖമായി ഉറങ്ങുന്നു. അപ്പോൾ ഇതിലേതാണ് നിങ്ങളുടെ ശീലം? മൊബൈൽ ഫോണിൻ്റെ അമിത ഉപയോഗം കൊണ്ടുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഉറക്കക്കുറവ്, കാഴ്ച പ്രശ്നങ്ങൾ, സ്ക്രീൻ അഡിക്ഷൻ, പിന്നെ ഉത്കണ്ഠ, ശരീരഭാരം വർദ്ധിക്കൽ, വിശപ്പില്ലായ്മ, ക്ഷീണം, ഇതൊക്കെയാണ്. ഉറക്കം. രാത്രി ഉറങ്ങുമ്പോൾ ശരീരത്തിൽ നല്ല വിശ്രമം ലഭിക്കുന്നു. ഈ സമയത്താണ് ശരീരകോശങ്ങൾ അവയുടെ കേടുപാടുകൾ തീർക്കുന്നത്. ഉറങ്ങുമ്പോൾ പേശികൾ നിശ്ചലാവസ്ഥയിലാണ്. ശ്വാസോച്ഛ്വാസവും ഹൃദയമിടിപ്പും ദഹന പ്രവർത്തനങ്ങളും മന്ദഗതിയിലാവും. ശരീരത്തിലെ സങ്കീർണമായ പല രാസപ്രവർത്തനങ്ങളും നടക്കുന്നത് രാത്രി നാം ഉറങ്ങുമ്പോഴാണ്. അതിനാൽ രാത്രിയിലെ ഉറക്കനഷ്ടത്തിന് പകരമാവില്ല പകലത്തെ ഉറക്കം എന്ന് പറയുന്നത്. ആവശ്യത്തിലധികം ഉറങ്ങുന്നതും നല്ലതല്ല. നിങ്ങളുടെ പ്രായത്തിലുള്ള ഒരാൾ 7 തൊട്ട് 8 മണിക്കൂർ അവർക്ക് ഉറക്കം ആവശ്യമാണെന്നാണ് പറയുന്നത്. ശരിയായ ആരോഗ്യത്തിന് ആഹാരം പോലെ തന്നെ പ്രധാനമാണ് വ്യായാമവും ഉറക്കവും.
ഇനി ഉറക്കത്തിൻ്റെ രഹസ്യം നോക്കാം. ഉറക്ക ഹോർമോൺ എന്നറിയപ്പെടുന്ന എന്താണ്? മെലാറ്റോണിൻ്റെ ഉൽപ്പാദനം കൂടുന്നത് രാത്രിയിലാണ്. മെലാറ്റോണിനാണ് ഉറക്ക ഹോർമോൺ. നമ്മുടെ ശരീരത്തിലെ ഒരു ഗ്രന്ഥി, അതായത് പീനിയൽ ഗ്രന്ഥിയാണ് ഇരുട്ടിനോട് പ്രതികരിക്കുന്നതിൻ്റെ ഫലമായി മെലാറ്റോണിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. പ്രഭാതമാകുമ്പോൾ പ്രകാശത്തിൻ്റെ സാന്നിധ്യം മൂലം ഈ ഹോർമോണിൻ്റെ ഉൽപ്പാദനം കുറയുന്നു. അപ്പോഴാണ് നാം ഉണരുന്നത്. ഉണർന്നിരിക്കുന്നതിന് പ്രചോദനം നൽകുന്നതാണ് കാപ്പി, ചായ, കോള എന്നിവ. അതിനാൽ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഇവ കുടിക്കരുത്. ക്ഷീണം, ഏകാഗ്രതയില്ലായ്മ, ഉന്മേഷക്കുറവ്, പെട്ടെന്നുള്ള ദേഷ്യം തുടങ്ങിയവ ഉറക്കമില്ലായ്മയുടെ ഫലമായി ഉണ്ടാകാം. ജീവിതശൈലി വന്ന മാറ്റം മൂലം ആഹാരം, വ്യായാമം, ഉറക്കം തുടങ്ങിയ കാര്യങ്ങളിൽ പല മാറ്റങ്ങളും വരുന്നുണ്ടല്ലോ. ഈ മാറ്റങ്ങൾ പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നു. ഏതെല്ലാം ആണ് നോക്കാം ആരോഗ്യ പ്രശ്നങ്ങൾ. ഒന്നാമത്തെയാണ് ഡയബറ്റിക്സ് എന്താണ്? പ്രമേഹം. മധുരമില്ലാത്ത ചായയാണോ നീ കുടിക്കുന്നത്? ഈ പ്രായത്തിലെ നിനക്ക് പ്രമേഹം വന്നു. പ്രമേഹം വരാൻ ഇപ്പോൾ പ്രായമൊന്നുമില്ല. ഇന്നലെ രാവിലെ ഭക്ഷണത്തിന് മുമ്പ് ഷുഗർ പരിശോധിച്ചപ്പോൾ 170 mg ഉണ്ട്. ഞാൻ ഇടയ്ക്ക് ഷുഗർ ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രമേഹം എന്താണ്? 100 മില്ലി രക്തത്തിൽ പഞ്ചസാരയുടെ സാധാരണ അളവ് 70 to 100 മില്ലിഗ്രാമിന്. രക്തത്തിൽ പഞ്ചസാരയുടെ, അതായത് ഗ്ലൂക്കോസിൻ്റെ അളവ് ക്രമാതീതമായി ഉയർന്ന രോഗമാണ് പ്രമേഹം. അപ്പോൾ സാധാരണ അളവ് എത്രയാണ്? 70 to 100. രാവിലെ ആഹാരത്തിന് മുമ്പ് രക്തത്തിലെ ഷുഗർ 170 mg/dl ആണെങ്കിൽ ഇവർക്ക് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂടുതലാണ്. അപ്പോൾ 70 to 100 വരാവുള്ളൂ. പ്രമേഹത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? അമിത വിശപ്പ്, അമിതമായി മൂത്രമൊഴിക്കൽ, മുറിവുണങ്ങാൻ താമസം, അതിയായ ദാഹം, തളർച്ച. ഇതൊക്കെ പ്രമേഹത്തിൻ്റെ ലക്ഷണങ്ങളാണ്. ഇവ മാത്രം നിരീക്ഷിച്ച് പ്രമേഹം ഉണ്ടെന്ന് ഉറപ്പാക്കാൻ കഴിയില്ല. രക്തം, മൂത്രം എന്നിവയുടെ പരിശോധനയിലൂടെ പ്രമേഹം കണ്ടെത്താം. പ്രമേഹം നിയന്ത്രിച്ചില്ലെങ്കിൽ അത് മസ്തിഷ്കാഘാതം, വൃക്കരോഗങ്ങൾ, കാഴ്ചക്കുറവ് എന്നിങ്ങനെ പല ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. അപ്പം നിത്യേന വ്യായാമം ചെയ്യുക. പിന്നെ ഭക്ഷണ നിയന്ത്രണം, പുകവലി, മദ്യപാനം, ലഹരി ഉപയോഗം തുടങ്ങിയ ദുശീലങ്ങൾ ഒഴിവാക്കുക. ഇതാണ് പ്രമേഹ രോഗ നിയന്ത്രണത്തിനുള്ള മാർഗങ്ങളെന്ന് പറയുന്നത്. പിന്നെ ഇൻസുലിനും പ്രമേഹവും. ശരീരത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് നിയന്ത്രിക്കുന്നത് പാങ്ക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ എന്ന ഹോർമോണാണ്. ഫ്രെഡറിക് ബാൻഡിങ്, ജോൺ മക്ലോയിഡ് എന്നീ ശാസ്ത്രജ്ഞരാണ് 1921 ഇൻസുലിൻ ഹോർമോൺ കണ്ടെത്തിയത്. ആരാണ്? ഫ്രെഡറിക് ബാൻഡിങ്, ജോൺ മക്ലോയിഡ്. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന കോശങ്ങളുടെ നാശം കാരണം ശരീരത്തിന് ആവശ്യമായത്ര ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കപ്പെടാത്ത അവസ്ഥയാണ് ടൈപ്പ് 1 പ്രമേഹം. ഇത് കുട്ടികളിലാണ് സാധാരണയായി കണ്ടുവരുന്നത്. എന്നാൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ ഉപയോഗിക്കാൻ കഴിയാതെ വരികയോ ശരീരത്തിന് ആവശ്യമായത്ര അളവിൽ ഇല്ലാതെ വരികയോ ചെയ്യുന്ന അവസ്ഥയാണ് ടൈപ്പ് 2 പ്രമേഹം. നാം സാധാരണയായി കണ്ടുവരുന്ന ടൈപ്പ് 2 പ്രമേഹമാണ്. ടൈപ്പ് 1 പ്രമേഹത്തിന് ജീവിതകാലം മുഴുവൻ ഇൻസുലിൻ കുത്തിവയ്ക്കണം. എന്നാൽ ടൈപ്പ് 2 പ്രമേഹം ശരിയായ ജീവിതശൈലിയിലൂടെയും മരുന്നുകളിലൂടെയും നിയന്ത്രിക്കാം. ഇനി ബ്ലഡ് പ്രഷർ എന്താണ്? BP അല്പം കൂടുതലാണല്ലോ. ഭക്ഷണത്തിൽ ഉപ്പിൻ്റെ അളവ് കുറയ്ക്കണം. നന്നായി ഉറങ്ങുകയും വ്യായാമം ചെയ്യുകയും വേണം. രക്തസമ്മർദ്ദം. രക്തം രക്തക്കുഴലിലൂടെ ഒഴുകുമ്പോൾ രക്തക്കുഴലുകളിൽ ഭിത്തിയിൽ ചെലുത്തുന്ന മർദ്ദമാണ് രക്തസമ്മർദ്ദം. സ്ഫിഗ്മോമാനോമീറ്റർ എന്ന ഉപകരണം ഉപയോഗിച്ചാണ് രക്തസമ്മർദ്ദം അളക്കുന്നത്. ഈ ഉപകരണത്തിൽ 120/80 mmHg റീഡിംഗ് കാണിക്കുന്നതാണ് സാധാരണ രക്തസമ്മർദ്ദം. 120/80. പുകവലി, പൊണ്ണത്തടി, പൊട്ടാസ്യത്തിൻ്റെ കുറവ്, ഉപ്പിൻ്റെ അമിത ഉപയോഗം, പ്രായാധിക്യം എന്നിവ സാധാരണ രക്തസമ്മർദ്ദ നിരക്കിൽ വ്യതിയാനം വരുത്തുന്നതിന് ഇടയാക്കുന്നു. അടുത്ത കൊളസ്ട്രോൾ എന്താണ്? എണ്ണയിൽ പൊരിച്ചെടുത്ത ചില ആഹാരവസ്തുക്കളുടെ ചിത്രങ്ങളാണ് ഈ കാണുന്നത്. പൊരിച്ചെടുക്കുന്ന ആഹാരവസ്തുക്കളുടെ ഉപയോഗം കുറയ്ക്കണമെന്ന് നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. എന്താണ് ഇങ്ങനെ പറയാൻ കാരണം? നമ്മുടെ ശരീരത്തിലെ വിവിധ തരം കൊഴുപ്പുകളിൽ ഒന്നാണ് കൊളസ്ട്രോൾ എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ കൊളസ്ട്രോൾ എന്താണെന്ന് നോക്കാം. മൊത്തം കൊളസ്ട്രോൾ 200 mg/dl താഴെയായി ഉള്ളതാണ് ശരിയായ അവസ്ഥ.
കൊളസ്ട്രോൾ നല്ല കൊളസ്ട്രോൾ അതായത് HDL, ചീത്ത കൊളസ്ട്രോൾ LDL എന്നിങ്ങനെ 2 തരമുണ്ട്. അധികമുള്ള ചീത്ത കൊളസ്ട്രോൾ രക്തക്കുഴലുകളിൽ അടിഞ്ഞുകൂടി രക്തപ്രവാഹത്തിന് തടസ്സമുണ്ടാക്കുന്നത് ഹൃദയാഘാതത്തിന് കാരണമാകുന്നു. ഇത് കരളിനെയും ദോഷകരമായി ബാധിക്കുന്നു. എന്നാൽ നല്ല കൊളസ്ട്രോൾ കൂടുന്നതനുസരിച്ച് ഹൃദയാഘാത സാധ്യത കുറയുന്നു. വ്യായാമം ചെയ്യുമ്പോൾ ശരീരത്തിൽ നല്ല കൊളസ്ട്രോൾ വർദ്ധിക്കുന്നു. അതുപോലെ മത്തി, അയല, ഇലക്കറികൾ, പയറുവർഗ്ഗങ്ങൾ, നിലക്കടൽ, വാൽനട്ട് തുടങ്ങിയ ആഹാര പദാർത്ഥങ്ങളും നല്ല കൊളസ്ട്രോൾ കൂട്ടാൻ സഹായിക്കുന്നവയാണ്. അപ്പം മത്തി, അയല, ഇലക്കറികൾ, പയറുവർഗ്ഗങ്ങൾ, നിലക്കടല, വാൽനട്ട് ഇതൊക്കെ നല്ല കൊളസ്ട്രോൾ അഥവാ HDL. ചീത്ത കൊളസ്ട്രോൾ എന്ന് പറയുന്ന പേരാണ് LDL. ഈ ജീവിതശൈലി രോഗങ്ങൾ, ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എന്ന ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങളും അതുമൂലമുണ്ടാകാനിടയുള്ള ചില ആരോഗ്യ പ്രശ്നങ്ങളുമാണ് നാം ഇതുവരെ ചർച്ച ചെയ്തത്. എന്താണ് ജീവിതശൈലി രോഗങ്ങൾ? അതിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമല്ലോ. ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകുന്നത് രോഗാണുക്കൾ കൊണ്ടല്ല, മറിച്ച് തെറ്റായ ജീവിതശൈലി തുടരുന്നത് കൊണ്ടാണ്. തെറ്റായ ജീവിതശൈലി മൂലം ഉണ്ടാകുന്ന രോഗങ്ങളാണ് ജീവിതശൈലി രോഗങ്ങൾ. ഇത് പ്രധാനമായും അനാരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ, വ്യായാമക്കുറവ്, അല്പനിദ്ര, പുകവലി, മദ്യപാനം, മാനസിക സമ്മർദ്ദം തുടങ്ങിയവ മൂലമുണ്ടാകുന്നതാണ്. ചെറുപ്പം മുതലേ ശരിയായ ജീവിതശൈലി പിന്തുടർന്നാൽ മുകളിൽ സൂചിപ്പിച്ചിരിക്കുന്ന പല രോഗങ്ങളെയും അകറ്റി നിർത്താൻ കഴിയുമെന്ന് മനസ്സിലായില്ലേ? ക്യാൻസർ, ഹൃദ്രോഗങ്ങൾ, കരൾ വീക്കം, പൊണ്ണത്തടി, ടൈപ്പ് 2 പ്രമേഹം, വിഷാദരോഗം, രക്തത്തിലുണ്ടാകുന്ന അമിതമർദ്ദം തുടങ്ങിയവ ജീവിതശൈലി രോഗങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. തെറ്റായ ജീവിതശൈലി നമ്മുടെ രോഗപ്രതിരോധ ശേഷിയെ കുറയ്ക്കും. ഇതിൻ്റെ ഫലമായി മറ്റു പല രോഗങ്ങളും വരുന്നതിനോ രൂക്ഷമാകുന്നതിനോ കാരണമാകും. പ്രധാന കാരണം എന്തൊക്കെയാണ്? അശാസ്ത്രീയമായ ഭക്ഷണശീലങ്ങൾ, വ്യായാമക്കുറവ്, അല്പനിദ്ര, പിന്നെ പുകവലി, മാനസിക സമ്മർദ്ദം ഒക്കെയാണ്. ഉദാഹരണം എന്തൊക്കെയാണ് ജീവിതശൈലി രോഗങ്ങൾക്ക്? ക്യാൻസർ, ഹൃദ്രോഗം, കരൾ വീക്കം, പൊണ്ണത്തടി, ടൈപ്പ് 2 പ്രമേഹം, വിഷാദരോഗം, അമിത രക്തസമ്മർദ്ദം. ഇതിലേതാണ് ജീവിതശൈലി രോഗം എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പം നല്ല ജീവിതശൈലിക്ക് നമുക്ക് ശീലമാക്കേണ്ടത് എന്തൊക്കെയാണ്? നല്ല ഉറക്കശീലം വേണം. പിന്നെ വ്യായാമം. ഒഴിവാക്കേണ്ടത് എന്തൊക്കെയാണ് അഥവാ ഉപേക്ഷിക്കേണ്ടത്? ലഹരി വസ്തുക്കൾ, പുകവലി ഇതൊക്കെ. ഇനി കുറയ്ക്കേണ്ടത് എന്തൊക്കെയാണ്? ഉപ്പിൻ്റെ അമിത ഉപയോഗം, ശീതളപാനീയങ്ങളിൽ അത് കുറയ്ക്കണം. പിന്നെ എണ്ണയിൽ പൊരിച്ച ആഹാരങ്ങളൊക്കെ കുറയ്ക്കണം. പിന്നെ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഒക്കെ ശീലമാക്കണം. ഇത്രയൊക്കെയാണ് ഇതിൽ പറയുന്നത്. ഇനി ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ശാരീരിക പ്രശ്നങ്ങൾ, മാനസിക പ്രശ്നങ്ങൾ, സാമൂഹ്യ പ്രശ്നങ്ങൾ. ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷി കുറയുന്നു. അപ്പോൾ ഈ തെറ്റായ ജീവിതശൈലി ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കാൾ ഭീകരമാണ് ഈ പുകവലി, മദ്യം, മയക്കുമരുന്ന് എന്നിവ ഉപയോഗിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ. അവ ഉപയോഗിക്കുന്നത് മൂലം ശാരീരികവും മാനസികവും സാമൂഹികവുമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അവ ഏതൊക്കെയാണ്? ശാരീരിക പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി കുറയുന്നു. പിന്നെ ഓമശക്തിയും വിവേചന ശക്തിയും കുറയുന്നു. ഹൃദയ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾക്ക് കാരണമാകുന്നു. ഇനി മാനസിക പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഉത്കണ്ഠ, വിഷാദം മുതലായവ ഉണ്ടാകുന്നു. നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള പ്രവണത ഉണ്ടാകുന്നു. പെട്ടെന്ന് അക്രമാസക്തരാകുന്നു. ഇനി സാമൂഹിക പ്രശ്നങ്ങൾ എന്താ? കുടുംബത്തോടും സുഹൃത്തുക്കളോടും അകലം പാലിക്കുന്നു. തെറ്റായ സുഹൃത്ബന്ധം സൃഷ്ടിക്കുന്നു. പഠനത്തിൽ താല്പര്യക്കുറവ്. ഇതൊക്കെയാണ് ഈ ലഹരി ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത് മൂലം വ്യക്തിക്കും സമൂഹത്തിനും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കിയല്ലോ. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത് പോലെ തന്നെ കുറ്റകരമാണ് അത് കൈവശം വയ്ക്കുന്നത്. അതിനാൽ നമുക്ക് പ്രതിജ്ഞ എടുക്കാം ആരോഗ്യകരമായ. അപ്പോൾ ഇത്രയായിരുന്നു ചാപ്റ്റർ. എല്ലാവരും പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. പ്ലേലിസ്റ്റൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുവരെ എടുത്ത ചാപ്റ്റേഴ്സിൻ്റെയൊക്കെ ഓരോ സ്റ്റാൻഡേർഡ് വൈസായിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അത് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.